നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവത്കരണത്തിന്റെ ഭാഗമായി പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ്. അതോടൊപ്പം നിയമാനുസൃതമല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ പ്രവാസികളെ കണ്ടെത്തി കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാനും ഒരുങ്ങുകയാണ്. അതിനിടെ ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴകൾ ഇനി മൊബൈലിൽ മെസ്സേജുകളായി നേരിട്ടെത്തുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതായത് ഇനി പേപ്പർ ഗതാഗത ഫൈനുകൾ കുവൈറ്റ് നിർത്തലാക്കുന്നുവെന്നാണ് ട്രാഫിക് വിഭാഗം വ്യക്തമാക്കിയത്. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴകൾ ഇനി മൊബൈലിൽ മെസ്സേജുകളായി പ്രവാസികൾക്ക് നേരിട്ടെത്തും. ഇതുവരെ ട്രാഫിക് നിയമലംഘനം നടത്തുന്നവർക്ക് പേപ്പർ രസീത് നൽകുന്നതായിരുന്നു രീതി. ഇതിന് പകരം വാഹനത്തിന്റെ ഉടമയുടെ നമ്പറിൽ സന്ദേശം അയക്കുന്ന സംവിധാനം ഉടൻ നടപ്പാക്കുമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. കുവൈത്തിൽ ജൈവ മാലിന്യങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം പേപ്പർ മാലിന്യങ്ങൾക്കാണ്. അതേസമയം പരിസ്ഥിതി സംരക്ഷണവും പേപ്പർ മലിനീകരണവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ നടപടി. രാജ്യത്തെ പ്രകൃതി സംരക്ഷണത്തിന് മാലിന്യ നിർമ്മാർജ്ജനം അത്യാവശ്യമാണ്. ഇതിനായുള്ള രാജ്യത്തിന്റെ ഭാവി പദ്ധതികളുടെ ഭാഗമാണിതെന്നും അധികൃതർ വ്യക്തമാക്കി. അതുപോലെ നിയമാനുസൃതമല്ലാത്ത ലൈസൻസ് നേടിയവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുകയും ലൈസൻസ് പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 14 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ഏകദേശം 8 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണുള്ളത്. ഇതിൽ നിയമവിരുദ്ധമായി ലൈസൻസ് നേടിയെന്ന് പരിശോധിച്ച് കണ്ടെത്തി റദ്ദാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ കുവൈറ്റിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും നീക്കം നടക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന പ്രവാസികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് വിഭാഗം പുതിയ ചട്ടങ്ങൾ തയ്യാറാക്കിയെന്ന് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കുവൈത്തിൽ 2 വർഷം ജോലി ചെയ്യുകയും കുറഞ്ഞത് 600 ദിനാർ ശമ്പളവും ബിരുദവുമുള്ള പ്രവാസികൾക്കാണ് രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അനുമതി. എന്നാൽ മിനിമം വേതനം ഉയർത്തുന്നതോടെ പലരുടെയും അവസരം നഷ്ടപ്പെടും. രാജ്യത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ചട്ടങ്ങൾ ട്രാഫിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. സർക്കാർ രൂപീകരണത്തിന് ശേഷം പുതിയ നിർദ്ദേശങ്ങൾ അനുമതിക്കായി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് പ്രാദേശിക മാധ്യമം കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന പ്രവാസികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥയിൽ പ്രധാനമായും പറയുന്നത്. ചില പ്രത്യേക തൊഴിലുകൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ എന്നും ചട്ടത്തിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.